റിസോർട്ടിലാണുള്ളത്. വയനാട് റിസോർട്ട് പറഞ്ഞാല് നമ്മളെ ചങ്കിൻ്റെതാണ്. നല്ല അടിപൊളി റിസോർട്ട്. ഓരോ വീടുകളും പോലെയുള്ള വില്ലകളാണ് റിസോർട്ടുള്ളത്. ഓരോന്നിലും 2 ഒരു റൂം, 3 മൂന്ന് റൂം, അപ്പുറത്ത് 4 റൂം, അവിടെ 4 റൂം, ഇവിടെ 3 ഓരോ റൂം. ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വില്ലകളായിട്ട് തന്നെ എടുക്കാൻ കഴിയും കേട്ടോ. എന്തായാലും 10 ആള് 20 ആള് ഒക്കെ പോണ വില്ലകളാണ്. പൂളുണ്ട്. വ്യൂ ഒക്കെ കാണിച്ചു കൊടുക്കടാ. ഇതാ ഇതൊരു വീടാണ്. 4 ബെഡ്റൂം ഉണ്ട്, അതിൽ 3 ബെഡ്റൂം, ഇതിൽ 4 ബെഡ്റൂം. കമോൺ കമോൺ കമോൺ. പൂളുക്ക് പോലെ പൂളുക്ക്. ഫുള്ള് പോ. ഇതൊരു വില്ലാണ്. ഇതൊരു വീടാണ്, 3 ബെഡ്റൂം ഉള്ള. ഉള്ളിൽ കാണിക്കാൻ കഴിയില്ല കേട്ടോ, ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആളുള്ളതുകൊണ്ട് അതിക്ക് കയറി കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു വില്ലാണ്. താഴെ 2 റൂം, മുകളിൽ 2 റൂം. ഇത് വരണത് നമ്മളെ വയനാടിന്ന് പടിഞ്ഞാറത്തറ അല്ലേ? പടിഞ്ഞാറത്തറ മാനന്തവാടി, കൽപ്പറ്റന്ന് ഉള്ള പടിഞ്ഞാറത്തറ റൂട്ടില് ബാനാസുരേക്ക് പോകപ്പെടുന്ന 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മാറ്റത്തിലാണ് പൂള് വരുന്നത്. ഞങ്ങൾ സ്വന്തം കുത്തിയ പൂളാണ് സാറാണ്. അടിപൊളി വൈബുള്ള പൂളാണ്. ചാടി കുളിക്കാം. നല്ല അടിപൊളി. രാവിലെ കോടൊക്കെ ഉണ്ടാവും കേട്ടോ. കോടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ എണീക്കാൻ നേരം വൈകിയത്. കിടന്നുറങ്ങി. പിന്നെ ഞങ്ങള് വെറുതെ അങ്ങനെ നിൽക്കുമ്പോൾ പോരുന്ന സ്ഥലങ്ങളാണ്. വെറുതെ പോകുന്നു. ഇതിന്റെ അടിക്ക് എത്ര വില്ലകളാണ് ഇവിടെ ഉള്ളത്? 1 2 3 4 5 അഞ്ച് വില്ലാണുള്ളത്. അതിൽ ഒന്ന് വെക്കണ്. ഒരാളെ ഓർഡർ പിടിയാ. പിന്നെ ഒന്നാളാവട്ടെ ഓട് കോലടിച്ച്. അപ്പൊ ഇതിന്റെ ആളെ കോണ്ടാക്ട് നമ്പർ വീഡിയോന്റെ അടിയിൽ ഇട്ടരുട്ടോ. നിങ്ങൾക്ക് എപ്പ വിളിച്ചോളി. നിങ്ങള് കുറഞ്ഞ നിരക്കില് അൺസീസണിലൊക്കെ കുറഞ്ഞ നിരക്കിൽ ചെയ്തു തരാം. നിങ്ങള് വിളിച്ചോളി, തരൂല്ല. ഓക്കെ സെറ്റ്. വ്യൂ ഒക്കെ ഇങ്ങനെയാണ് കാണിക്കും. അടുത്ത സ്ഥലം കാണിച്ചാൽ വരി. മെയിൻ റോഡ് കാണിക്കാം. കൽപ്പറ്റന്ന് നമ്മളെ ബാനാസുരക്കൊക്കെ പോണ റോഡാണ്. പടിഞ്ഞാറത്തറ, ബാനാസുര, മാനന്തവാടി ഇതിക്കൊക്കെ പോകണം. കൽപ്പറ്റന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇത് വരുന്നത്. 4 കിലോമീറ്റർ ഉള്ളിലേക്കാണ് വരുന്നത്. ഇത് വില്ലല്ല കേട്ടോ. ഇത് വല്ല കിച്ചണും കാര്യങ്ങളാണ്. അതായത് ഇവിടെ നിൽക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും. ഇനി പുറത്തുനിന്ന് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ഫുൾ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു തരും. നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. മറ്റുള്ളവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇനി പ്രായമുള്ള വരണമെന്നുണ്ടെങ്കിൽ ഇത് കയറ്റാന്ന് വിചാരിച്ച് നിൽക്കണ്ട കേട്ടോ. കാരണം കയറാനുള്ള സൗകര്യം ഇവിടെ ചെയ്തു കൊടുക്കും. വണ്ടി ഉണ്ട്. ആ വണ്ടിയിൽ വരെ കയറ്റും. വേറെ ക്ലീനിങ്ങിനൊക്കെ ആളുണ്ട്. ഫുള്ള് നല്ലൊരു അടിപൊളി കിണറൊക്കെ ഉണ്ട്. കിണറ്റിലെ വെള്ളാട്ടോ അവിടെ കുടിക്കുന്നത്. ഫുള്ള് കിണർ വെള്ളമാണ്, കുടിവെള്ളമൊക്കെ. കാപ്പിത്തോട്ടം. നല്ല കാപ്പിയൊക്കെ നല്ല നിറയെ ഉണ്ടായിട്ടുണ്ട്. കാപ്പിയൊക്കെ റോസാപ്പൂ, ചിന്ന റോസാപ്പൂ. ഓ പീച്ചുവാ ഇതല്ലേ റോസാപ്പൂ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തുകൊണ്ട് വണ്ടിയിൽ ഇങ്ങനെ വെക്കണ്. പക്ഷെ ഇത് റിസോർട്ടിൻ്റെതല്ല കേട്ടോ. അതുകൂടി പറയണോ. ഇത് റിസോർട്ടിൻ്റെതല്ല. ഇത് അങ്ങീത്താണ്. ഇത് ഇനി വന്നുകാണ്ട് വീഡിയോ എടുത്താണെന്നുള്ളൂ. ഇത് അങ്ങീന്ന് എടുത്തുകൊണ്ട് പറിച്ചെടുത്ത് കൊണ്ടുപോയത് കണ്ട് ആസ്വദിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് റിസോർട്ടിന്റെ അല്ല. പേര് റോയൽ ഗ്രീൻസ്. ഇതാണ് പേര്. ഒരു സ്കോ വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നു. അപ്പൊ ഇങ്ങോട്ട് പോയാ കൽപ്പറ്റ, ഇങ്ങോട്ട് പോയാല്
പടിഞ്ഞാറത്തറയ്ക്ക് പോവാ, ബാനാസുരയ്ക്ക് പോകാ, നമ്മളെ മാനന്തവാടിക്ക് പോകാം, എല്ലായിടത്തും പോവാ. ഏകദേശം നമ്മളെ കൽപ്പറ്റന്ന് 4 കിലോമീറ്റർ ചുറ്റളവിലേക്ക്. റോഡൊന്ന് കാണിക്ക്. ഇതാണ് റോഡ്. അങ്ങോട്ട് കാണിക്ക്. മുമ്പിലൊക്കെ നല്ല വീട്, പൂക്കള് ഇതൊക്കെ ഉണ്ട് കേട്ടോ. വയനാട് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. വയനാട് ക്ലൈമറ്റിലും ഇതിലൊക്കെ നല്ല രസമാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ ആർക്ക് എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും വയനാട് റൂംസിന് ഇതാണോ ഏതാണെന്നുണ്ടെങ്കിലും ഇതിപ്പം നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് നമുക്ക് സൈലന്റ് ഏരിയ ചെയ്യാൻ കഴിയും കേട്ടോ. കുറഞ്ഞ നിരക്കിൽ, അതായത് ശനി ഞായറും അല്ലാത്ത ദിവസങ്ങളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി ടൂർ ആണോ നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഓക്കെ, കട്ടിറ്റ്.